നമസ്കാരം. ഞാൻ സതീഷ് ആറ്റിങ്ങൽ. ഇന്നിപ്പോൾ നമ്മളൊരു PSC ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ടെക്നിക്കൽ PSCയുടെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു മോഡലിലാണ് നമ്മൾ ഇന്നിപ്പോൾ തുടങ്ങുന്നത്. മറ്റൊന്നുമല്ല, ഒരൊറ്റ ഉത്തരം, ഒട്ടേറെ ചോദ്യങ്ങൾ. ഒരു ഉത്തരത്തിന് തന്നെ ആയിരിക്കും മറ്റേ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ പാർട്ട് 1ലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ACB? ACB എന്താണ് ACB? എയർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ അതിന്റെ എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് ഉത്തരം വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകാം. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ACB എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ACB എന്ന് പറയുന്ന സാധനം. ഇനിയിപ്പോൾ നോക്കാം. ഇൻ വിച്ച് പ്രൊട്ടക്ഷൻ ഡിവൈസ് എയർ ഈസ് യൂസ്ഡ് ആസ് ആർക്ക് ക്വഞ്ചിങ് മീഡിയം? ആർക്ക് ക്വഞ്ചിങ് ചെയ്യുന്ന ഒരു എയർ ആർക്ക് ക്വഞ്ചിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം തന്നെയാണ് ACB അല്ലെങ്കിൽ എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് തന്നെയാണ്. ഇനി ACB ഈസ് റേറ്റഡ് അറ്റ് 800 ആംപിയർ ടു 6000 ആംപിയർ. ഇവിടെ നമുക്ക് ചോദിക്കാം ACB റേറ്റഡ് അറ്റ് എന്ന് ചോദിച്ചിട്ട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞേക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നോക്കണം. 800 ആംപിയർ മുതൽ 6300 ആംപിയർ വരെ എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊരു ഐഡിയൽ ആണ്. എന്താണ്? മെയിൻ LT പാനൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ബ്രേക്കർ ആണ്. അടുത്തത് വാട്ട് ഈസ് VCB? അപ്പൊ ACB കഴിഞ്ഞെങ്കിൽ അടുത്ത് VCB എന്താണ്? വാക്വം സർക്യൂട്ട് ബ്രേക്കർ. ഇതാണ് സാധനം, വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. നോക്കാം. അത് നേരത്തെ വന്നതുപോലെ തന്നെ ACBക്ക് ചോദിച്ച പോലെ വിച്ച് പ്രൊട്ടക്ഷൻ ഡിവൈസ് വാക്വം ഈസ് യൂസ്ഡ് ആസ് ആർക്ക് ക്വഞ്ചിങ് മീഡിയം. ആർക്ക് ക്വഞ്ചിങ്ങിന് വേണ്ടിയിട്ട് വാക്വം യൂസ് ചെയ്യുന്ന മീഡിയം ഏത് എന്നൊരു ചോദ്യം വന്നാലും നമുക്ക് അവിടെ ഉത്തരം എന്താണ്? VCB അല്ലെങ്കിൽ വാക്വം സർക്യൂട്ട് ബ്രേക്കർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് VCB ഈസ് യൂസ്ഡ് ടു? നേരത്തെ നമ്മൾ കറണ്ട് പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്? 33 kV ടു 36 kV വരെ, 33 മുതൽ 36 കിലോ വോൾട്ട് വരെയുള്ള പവറിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ VCB യൂസ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഹാസ് എ ഹൈ റിലയബിലിറ്റി ആൻഡ് എ ലോ മെയിൻ്റനൻസ് ആണ്. വളരെ നല്ല റിലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ കുറവും. അടുത്തതിലേക്ക് പോവാം. ഐസൊലേറ്റർ വേഴ്സസ് സർക്യൂട്ട് ബ്രേക്കർ. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐസൊലേറ്റർ ആൻഡ് സർക്യൂട്ട് ബ്രേക്കർ എന്നോ അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ എന്താണ് ഐസൊലേറ്റർ? ഇതാണ് ആദ്യം കാണുന്ന റെഡ് കളറിലുള്ളത് ഐസൊലേറ്ററും ആ ബ്ലൂവിൽ കാണുന്ന ഒരെണ്ണം സർക്യൂട്ട് ബ്രേക്കറുമാണ്. അത് ബ്ലൂവിൽ കാണുന്ന രണ്ടെണ്ണം, ഒന്ന് സിംഗിൾ ആയിട്ടും മറ്റത് ഡ്യുവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, പോസിറ്റീവ് നെഗറ്റീവ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേസ് ന്യൂട്രൽ യൂസ് ചെയ്യുന്നതായിട്ട് നോക്കാം. അപ്പൊ ഇതുമായിട്ട് ബേസിക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഐസൊലേറ്റർ ഈസ് എ മെക്കാനിക്കൽ സ്വിച്ചിങ് ഡിവൈസ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. വിച്ച് ഡിവൈസ് ഈസ് എ മെക്കാനിക്കൽ സ്വിച്ചിങ് ഡിവൈസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൺലി ഓൺ ആൻഡ് ഓഫ് സർക്യൂട്ട് ഫോർ എ സർക്യൂട്ട് മെയിൻ്റനൻസ്. അപ്പൊ എന്തിനാണ് ഒരു മെയിൻ്റനൻസിന് വേണ്ടി ഓൺ ഓഫ് മാത്രം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ സ്വിച്ചിങ് ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ സർക്യൂട്ട് ബ്രേക്കർ എന്നോ അങ്ങനെയല്ല VCB എന്നോ ACB എന്നോ അങ്ങനെ ഒന്നും എഴുതാൻ നിൽക്കരുത്. പകരം നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഐസൊലേറ്റർ ആണ് അതിന്റെ ഉത്തരം. അടുത്ത വീണ്ടും ഇതിനകത്ത് എന്താണ്? നോ ആർക്ക് എക്സ്റ്റിങ്ക്യൂഷർ സിസ്റ്റം. അങ്ങനെ ഒരു ചോദ്യം വരാം. ഒരു സർക്യൂട്ടിനെ ഓൺ ഓഫ് ചെയ്യുന്നതിൽ ആർക്ക് എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഇത് തന്നെയാണ് ഉത്തരം, ഐസൊലേറ്റർ ആണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺലി ആഫ്റ്റർ സർക്യൂട്ട് ഇസ് ഡി എനർജൈസ്ഡ്. ഒരു സർക്യൂട്ട് ഓപ്പറേറ്റ്സ് എങ്ങനെയാണ്? ഡി എനർജൈസ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കപ്പെടുന്നത് ഏത് ഡിവൈസ് ആണ് എന്ന് ചോദിച്ചാൽ അവിടെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐസൊലേറ്റർ ആണ്. ഐസൊലേറ്റർ ഉദ്ദേശിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓൺ ഓഫ് മാത്രമേ ഉള്ളൂ. ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മളത് ഉപയോഗിക്കുന്നുള്ളൂ. ഇൻ സർക്യൂട്ട് ബ്രേക്കർ ഈസ് എ പ്രൊട്ടക്ടിങ് ഡിവൈസ്. അപ്പൊ ഐസൊലേറ്റർ പ്രൊട്ടക്ടിങ് അല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഈസ് എ പ്രൊട്ടക്ടിങ് ഡിവൈസ്. എന്താണ്? ഇറ്റ് ആക്ട്സ് അഗൈൻസ്റ്റ് ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. അത് ഓവർലോഡിനും ഷോർട്ട് സർക്യൂട്ടിനും എതിരെയാണ്. അതായത് ആ സർക്യൂട്ടിൽ അങ്ങനെ ഒരു സിംറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അത് ട്രിപ്പാക്കി ആ സർക്യൂട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റ്സിനെ അല്ലെങ്കിൽ അപ്ലയൻസസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഹാസ് ആൻ ആർക്ക് എക്സ്റ്റിങ്ക്യൂഷർ. അപ്പം ഐസൊലേറ്റർ ഇതുമായിട്ടുള്ള ഇത് വന്നതുകൊണ്ടാണ്, ഐസൊലേറ്റർ വേഴ്സസ് സർക്യൂട്ട് ബ്രേക്കർ വന്നതുകൊണ്ടാണ് അവിടെ ആർക്ക് എക്സ്റ്റിങ്ക്യൂഷർ സിസ്റ്റം ആണെന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് സേഫ്ലി ഓപ്പറേറ്റഡ് അണ്ടർ ലോഡ്. ഒരു ലോഡ് കണ്ടീഷനിൽ പോലും നമുക്ക് സേഫ് ആയിട്ട് ഓപ്പറേറ്റഡ് ആണ് ഈ നമ്മുടെ
സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ELCB വേഴ്സസ് RCCB. നമുക്ക് മിക്കവാറും പേർക്കൊക്കെ അറിയാവുന്നൊരു സാധനം തന്നെയാണ് ELCB എന്താണെന്നും RCCB എന്താണെന്നും. നമ്മുടെ ഇമേജസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ELCBയും RCCBയും. ഓക്കെ, ELCB മീൻസ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ELCB ഈസ് എൻ ഓൾഡർ ടെക്നോളജി. ഇതൊരു വളരെ പഴയ കാലത്തെ ടെക്നോളജി. ഇപ്പം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാര്യം അതിനോട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ELCBക്ക് എന്ന് പറഞ്ഞാൽ എർത്തിങ് വളരെ പ്രോപ്പറായില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫംഗ്ഷനിങ് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. ഇറ്റ് ഈസ് സ്പെസിഫിക്കലി ഡിറ്റക്റ്റഡ് വോൾട്ടേജ് ഓൺ ദ മെറ്റൽ ബോഡി ടു ദ എർത്ത്. നമ്മൾ ഇതിനകത്തുണ്ടാവുന്ന ഒരു എർത്തിലേക്ക് നമ്മുടെ ഈ ഹോം അപ്ലയൻസസിലോ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ബോഡിയിൽ വരുന്ന എർത്ത് അല്ലെങ്കിൽ ഒരു ലീക്കേജ് ഇതിനെ സപ്ലൈ അത് എർത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ട്രിപ്പ് ആവുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഇൻ RCCB മീൻസ് ദ റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. എന്താണ് അപ്പോൾ അതിന്റെ വ്യത്യാസം എന്തെന്നുള്ള സംശയം ഉണ്ടാവും. വേറൊന്നുമല്ല, ഇറ്റ് ഡിറ്റക്ട്സ് എനി കറണ്ട് ഇംബാലൻസ് ഇൻ ഫേസ് ആൻഡ് ന്യൂട്രൽ ഓഫ് എ സർക്യൂട്ട്. നമ്മുടെ ഫേസിലും ന്യൂട്രലിലും എന്തെങ്കിലും ഒരു ഇംബാലൻസ് ആയിട്ടുള്ള ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഒരു ചെറിയ വേരിയേഷൻ അവിടെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് അപ്പോൾ തന്നെ ട്രിപ്പാകും. അപ്പോൾ ഒരു പ്രോപ്പർ എർത്തിങ് എന്നതിലുപരി ഇവിടെ ELCBക്ക് പ്രോപ്പർ എർത്തിങ് വേണമെങ്കിൽ മറ്റൊന്നത് എർത്തിങ് വേണമെന്നേ ഉള്ളൂ. അവനങ്ങ് വർക്ക് ചെയ്തോളും. എർത്തിങ് ഉണ്ടാവണം. അപ്പൊ അതുവഴി എങ്ങനെയെങ്കിലും വളരെ ചെറുതായ പോലും ഒരു ഇംബാലൻസ് അവിടെ ഫേസിലോ ന്യൂട്രലോ ഉണ്ടായാൽ പോലും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ഈ RCCB ട്രിപ്പാക്കും. ഇറ്റ് ഹാസ് വെരി ഫാസ്റ്റ് പ്രൊട്ടക്ഷൻ. ELCB പോലെ അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എങ്കിലും ELCBയെക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സർക്യൂട്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒറ്റ ചോദ്യവും ഒരുപാട് ഉത്തരത്തിൻ്റെയും അടുത്ത ഒരു പാർട്ടിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.